എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദു വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് കനകയും ഗോവിന്ദനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കനക ചോദിച്ചു, അല്ല നന്ദൂട്ടാ, നീ എന്താ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിക്കാം. എന്റെ അമ്മേ, SI ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ നിയമം കയ്യിലെടുക്കേണ്ടതായിട്ട് വന്ന് പറയണേ. നിയമം കയ്യിലെടുത്തുന്നോ? നീ എന്താ നന്ദൂട്ടായി പറയണേന്ന് കനക ചോദിക്കുകയാണ്. അത് പിന്നെ വരുന്ന വഴിക്ക് ഒരു പെൺകുട്ടിയോട് ഒരുത്ത അപമര്യാദയെ പെരുമാറുന്ന കണ്ടു. അങ്ങനെ കണ്ട പിന്നെ എനിക്ക് സഹിച്ചോണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ അവനെ ഒന്ന് നൈസായിട്ട് കൈകാര്യം ചെയ്തെന്ന് പറയണം. എന്റെ ഭഗവാനെ, എന്തൊക്കെയാ നന്ദു കാണിച്ചെന്ന് ചോദിക്കാണ്. ഗോവിന്ദൻ പറഞ്ഞു, നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ മോളെ, ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ വയ്യാവേലി കേസുകളൊന്നും പിടിക്കല്ലെന്ന്. അത് പിന്നെ അച്ഛാ, അങ്ങനെ കണ്ട എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റുമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു, വെറുതെ അല്ല നന്ദു, നീ ഈ കാക്കിക്കുപ്പായി ഇടുന്ന ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാരണം വെട്ടൊന്നും മുറിരണ്ടെന്ന് നിന്റെ സ്വഭാവം. ഇപ്പോഴേ നീ നിയമം കയ്യിലെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കാക്കിക്കുപ്പായം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന് ചോദിക്കാം. അമ്മേ, എനിക്കിങ്ങനെ അനീതിയെ കണ്ടാൽ വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല. എന്റെ കൺമുന്നിൽ കണ്ടാൽ ഞാൻ പ്രതികരിച്ചു പോകുന്നു പറയണം. പിന്നീട് കനക വെച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയെന്ന് ചോദിക്കും. കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് നന്ദു അങ്ങോട്ട് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോ കനക ഗോവിന്ദനോട് പറഞ്ഞു, കണ്ടില്ലേ അവള് ചെയ്തു വെച്ചത്? എനിക്ക് ആ ടെൻഷൻ എന്റെ ഗോവിന്ദേട്ടാ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവൾക്ക് ഈ ജോലി വേണ്ടാന്ന്. ഈ ജോലിക്കായിട്ട് അവള് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിന് തീ തിന്നു വേണം ഇവിടെ ഇരിക്കാനായിട്ട്. കാരണം അവളുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഇപ്പോഴിതാ അവസ്ഥ. പിന്നെ SI കൂടെ ആയിട്ടുണ്ടെ പറഞ്ഞ പിന്നെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം. പിന്നീട് നവ്യ ഒരുങ്ങി റെഡിയായിട്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വരുവാണ്. നയന വന്നിട്ട് ചോദിച്ചു, അല്ല ചേച്ചി ഇത് എവിടെ പോവാന്ന് ചോദിക്കാം. ഞാൻ പുറത്തോ എന്തിനാ? ഓ, ഇതിനകത്തിരുന്ന് എനിക്ക് അങ്ങോട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. എപ്പൊ നോക്കിയാലും ഇതിനകത്ത് തന്നെ. പുറത്തൊന്ന് കൊണ്ടാനായിട്ട് എന്റെ ഭർത്താവിനൊരു സമയമില്ല. ചുമ്മാ പുറത്തു നിന്ന് പോകാന്നൊക്കെ ഓർത്തു. ഇച്ചിരി പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം നേരെ ചേച്ചി തന്നെ പോകണ്ടെന്ന് പറയണം. അതെന്താ, പണ്ടത്തെ പോലെ അല്ല, വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉള്ളെന്ന് ഓർമ്മ വേണം, ഞാൻ വരാന്ന് പറയണം. അതിന് നിനക്ക് വയ്യായികയല്ലേ, നിനക്ക് വരാനൊക്കെ പറ്റുമെന്ന് ചോദിക്കും. എന്ത്, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. അല്ല തലവേദനയൊക്കെയാന്ന് പറഞ്ഞേ, അതൊക്കെ പോയെന്നേ. തുളസി കഷായം കുടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ തലവേദനയൊക്കെ പമ്പാടുന്നു. ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ലെന്ന് പറയാം. അതെ, നമ്മൾ ഇറങ്ങിപ്പോന്ന് നിന്റെ അമ്മായിമ്മേനെ കണ്ട അവർക്ക് ഇഷ്ടപ്പെടുമോന്ന് ചോദിക്കാം. ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ തെറ്റും ചെയ്യുന്നില്ലോ. പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാൻ കാണുവാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലോ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ താഴേക്ക് ഒരുങ്ങി ഇറങ്ങി വരുമ്പോഴത്തേനും ദേവേനെ അവിടെ ഒരു മാഗസിനൊക്കെ വായിച്ചോണ്ടിരിക്കുകയാണ്. ദേവേനെ ചോദിച്ചു, എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? അല്ല, എങ്ങോട്ടോ വലിയ യാത്രയിലാണെന്ന് തോന്നലോ. പെട്ടെന്ന് നവ്യ പറഞ്ഞു, ഞങ്ങൾ പുറത്തു വരെ പോവാ. പുറത്തു പോവാണോ അതോ വീട്ടിലേക്ക് എങ്ങനെ ആണോന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, വീട്ടിലേക്കൊന്ന് പോണം, പക്ഷേ എങ്കില് പുറത്തൊന്ന് പോയിട്ടോളെന്ന് പറയാം. അല്ല, ഇപ്പൊ വീട്ടിലേക്ക് പോകാൻ എന്താ കാരണം? അത് പിന്നെ നന്ദു ട്രെയിനിങ്ങിന് പോവല്ലേ നാളെ. അപ്പൊ അതിനു മുമ്പ് അവളെ ഒന്ന് കാണണം. അവൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒരു ചെറിയ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. അല്ല, വീട്ടിലേക്ക് പോയാൽ പിന്നെ ഇന്ന് വരുമോന്ന് ചോദിക്കുകയാണ്. വരും, വൈകുന്നേരം വരുമെന്ന് പറയണം. പോകുന്നതിനൊന്നും കുഴപ്പമില്ല. കാരണം നാളെ നിന്റെ അനിയത്തി ട്രെയിനിങ്ങിന് പോവല്ലേ. അപ്പൊ അവളോടൊപ്പം ഇച്ചിരി സമയം ചെലവഴിച്ച് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചെന്ന് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സന്ധ്യ ആകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് എത്തിയേക്കണം. ഇത് കേട്ടപ്പം നവ്യനെ ഒന്ന് നോക്കുവാണ്. പിന്നീട് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ആദർശിന്റെ വായിരിക്കുന്ന ചീത്ത ഞാൻ കേൾക്കേണ്ടി വരും. ആദർശിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. നീ അങ്ങോട്ട് പോയിട്ടുണ്ടെ പിന്നെ നീ അവിടെ നിന്നാ പിന്നെ ആദർശം നിന്റെ പുറകെ വരും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പോയിട്ട് പോരെ, നേരത്തെ കാലത്ത് വരണം എന്നൊക്കെ പറയണം. അങ്ങനെ അവർ രണ്ടും കൂടെ ഇറങ്ങുവാണ്. ഇറങ്ങിയപ്പോൾ ദേവേനെ അടുത്ത് വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം വൈകുന്നേരം പോയിട്ട് വരുമല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നോർത്ത് ദേവേനെ ഇങ്ങനെ നോക്കുവാണ്. ഈ സമയം പുറത്തേക്ക് ഇറങ്ങിയിട്ട് നവ്യ പറഞ്ഞു, നിന്റെ അമ്മായിമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാത്? ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, എനിക്കറിയത്തില്ല, അമ്മയുടെ സ്വഭാവം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാ. അല്ല, നീ വീട്ടിൽ പോകുന്നോണ്ട് ആദർശേണ്ട എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, ആദർശേണ്ട അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നിൽക്കുന്നതിന്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല. പിന്നെ നിന്റെ അമ്മായിമ്മയ്ക്ക് എന്താ കുഴപ്പം? അവർക്ക് ചിലപ്പോ കണ്ണിക്കടി ആയിരിക്കും നീ പോകുന്നതും കൊണ്ടൊന്ന് പറയണ. നയന പറഞ്ഞു, ദേ ഇനി എവിടെ നിൽക്കണ്ടെന്ന് പറയണ. നവ്യ നോക്കിച്ചപ്പോ ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ വന്നിട്ട് പറയും പോകണ്ടാന്ന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് പോവാണ്. പിന്നീട് നന്ദുവിനെയും കൊണ്ട് അവരൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയേക്കണം. അപ്പം നന്ദുവിന് കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ രണ്ടുപേരും കൂടി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് 2-3 ഷർട്ട് എടുത്തിട്ട് ചോദിച്ചു, ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. കുഴപ്പമില്ല. അതെ, ഇത്രത്തിനൊന്നും ആവശ്യമില്ല ചേച്ചി എന്ന് പറയണം. എന്താ, വെറുതെ എന്തിനാ പൈസ പൊട്ടിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം നബി പറഞ്ഞു, അതെ, നിന്റെ നയനേച്ചി ഇപ്പൊ പണ്ടത്തെ ആളൊന്നുമല്ല. അതെ, മൂസ്തീസ് ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറാന്ന് പറയണ. ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ടെന്ന് പറയണ.
ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് ശരിയാ, ആദർശേട്ടൻ ശമ്പളം തരുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ശമ്പളം എടുത്ത് അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. ആദർശേട്ടൻ പറയും നിന്റെ ആവശ്യത്തിനുള്ള പൈസ എടുത്തോളാൻ. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ആദർശേട്ടന് നയനെ ഭയങ്കര വിശ്വാസം. 50 ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്തിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞ ആളല്ലേ. അപ്പൊ അതുകൊണ്ട് ആദർശേട്ടന് ഇവളോട് ഒന്നുകൂടി ഇഷ്ടം കൂടിയിട്ടുള്ളെന്ന് പറയണം. നയന പറഞ്ഞു, അത് ശരിയാ, എന്റെ അക്കൗണ്ടിലേക്ക് പൈസയൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു പൈസ പോലും ദൂർത്തടിച്ച് ചെലവാക്കാറില്ല. അത് മുമ്പ് അങ്ങനെയായിരുന്നല്ലോ. വീട്ടിലായിരുന്ന സമയത്ത് അച്ഛനും ഞാനും കൂടെ ഓരോ ജോലികൾ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഭയങ്കര പിശുക്കായിരുന്നു. അച്ഛനത് എപ്പോഴും പറയുകയും ചെയ്യാമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അതെ എനിക്കധികം പൈസയുടെ സാധനങ്ങളൊന്നും വേണ്ട ചേച്ചി, പൈസയൊക്കെ ചേച്ചിയുടെ അക്കൗണ്ടിൽ ഇരുന്നോട്ടെ എന്ന് പറയണം. അതിന്റെ ആവശ്യമൊന്നുമില്ല നന്ദു, നിനക്ക് വേണ്ടിയിട്ട് എത്ര രൂപ മുടക്കാനും എനിക്ക് സമ്മതമെന്ന് പറയണം. നല്ല അടിപൊളിയായിട്ട് വേണം ട്രെയിനിങ് ക്യാമ്പിന് പോയിട്ട് വരാമെന്ന് പറയണം. ഇത് കേട്ടപ്പം നബി പറഞ്ഞു, അത് ശരിയാ. പിന്നീട് നബി പറഞ്ഞു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു, അതങ്ങനെയല്ലേ വരുവുള്ളൂ, എപ്പോഴാണെങ്കിലും ഒരു വിശപ്പല്ലേ ഉള്ളെന്ന് പറയണേ. നയന പറഞ്ഞു, നന്ദു പഴയ പോലെ അല്ല, ഇപ്പൊ ഒരാളും കൂടെ വയറിനകത്തുണ്ട്, അപ്പച്ചിട്ട് വിശപ്പൊക്കെ കൂടുമെന്ന് പറയാം. ശരിയാ. അന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം വീട്ടിലേക്ക്. വീട്ടിൽ ചെല്ല് കഴിയുമ്പത്തേനും അമ്മയ്ക്ക് സന്തോഷമാവും പറയാണ്. എല്ലാരും കൂടെ കണ്ടു കഴിയുമ്പത്തേനും അത് ശരിയാ. പിന്നീട് അവര് ഫുഡ് കഴിക്കാണ്ട് ചെല്ലുവാണ്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തെങ്ങനെ ഇരിക്കുവാണ്. ഈ സമയത്ത് നബി പറഞ്ഞു, നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് നയന പറഞ്ഞു, സെൽഫി എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ അമ്മേനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാണെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അത് ശരിയാ, അമ്മ കൂടെ ഇല്ലാത്തതിൻ്റെതായ വിഷമം അമ്മയ്ക്കും കാണുമായിരിക്കും, പക്ഷെ അച്ഛനും കുഴപ്പമൊന്നും കാണത്തില്ല എന്ന് പറയാ. പിന്നീട് നയന പറഞ്ഞു, നന്ദു നീ ട്രെയിനിങ് ക്യാമ്പിന് പോയിട്ട് വന്നാലും ഒരു സമാധാനം ആവുള്ളൂ. നന്ദു പറഞ്ഞു, എനിക്ക് പോകുന്നതിനൊന്നും കുഴപ്പമില്ല ചേച്ചി, പക്ഷെ വിഷമമുണ്ട്, എല്ലാവരെയും കാണാതിരിക്കണമല്ലോ എന്നൊക്കെ ഓർത്തിട്ടൊരു വിഷമം. ഓ അതാണോ, അത് നീ വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട, കുറച്ച് ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ തന്നെ നിനക്ക് ഇങ്ങോട്ടേക്ക് വരാലോ. പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കാം. ടെൻഷനൊന്നും ഇല്ല, എന്നാലും ഒരു സങ്കടം ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പം നബി പറഞ്ഞു, നിനക്ക് കിട്ടിയേക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് അല്ലേ മോളെ, ആ നീ വേണ്ട വിധം നന്നായിട്ട് അങ്ങോട്ട് വിനിയോഗിക്കണമെന്ന് പറയാം. കിട്ടിയ അവസരമൊന്നും പാഴാക്കരുതെന്ന് പറയാണ്. ഇനി എനിക്ക് നീ SI ആയിട്ട് വന്നിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരാണ്ടെന്ന് പറയും. എന്താ അമ്മായിമ്മേനെ ഭർത്താവിനെ ഇടിക്കാനാണ് നിൽക്കും. അങ്ങനെ നിയമം കയ്യിലെടുക്കാനായിട്ട് നിനക്ക് പണ്ടേ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ എന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം നന്ദു ഒന്ന് ചിരിക്കുവാണ്. നയന പറഞ്ഞു, അല്ല വീട്ടിൽ കുറെ അനീതികളും കാര്യങ്ങളൊക്കെ നടന്നില്ലേ, പാലിനകത്ത് വിഷം കലർത്തിയതും അതോടൊപ്പം തന്നെ അമ്മയുടെ നെക്ലേസ് കാണാതെ പോയതും. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, ഞാൻ SI ആയിട്ട് വരട്ടെ ചേച്ചി, അതൊക്കെ ഞാൻ അന്വേഷിച്ച് നമുക്ക് കണ്ടെത്താം. അതിന്റെ പിന്നിൽ അനാമികയാണെങ്കിൽ അവളെ നമുക്ക് വെള്ളം കുടിപ്പിക്കണം എന്ന് പറയാം. അത് ശരിയാ, പക്ഷെ അവള് വെള്ളം കുടിക്കാൻ നിന്ന് തരുമെന്നാ സംശയം എന്ന് പറയണം. അങ്ങനെ അവര് ഫുഡൊക്കെ കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് ആ പാടെ വിഷമം. നന്ദു പറഞ്ഞു, എന്താണെന്നറിയത്തില്ല, എനിക്ക് നല്ല സങ്കടം ആവുന്നുണ്ടെന്ന് പറയണം. നീ എന്തിനാ സങ്കടപ്പെടുന്നേ, ധൈര്യമായിട്ട് നമ്മൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ട് വരണം. പിന്നെ നിനക്ക് പിന്നെ വലിയ എക്സസൈസിന് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, കാരണം ഇവിടെയാണെങ്കിൽ നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നല്ലേന്ന് ചോദിക്കാം. അതൊക്കെ ശരിയാ. നവ്യ പറഞ്ഞു, അതെ എല്ലാരെയും എടുത്തിട്ട് ഇടിക്കാനായിട്ട് ഇവൾക്ക് പ്രത്യേകിച്ച് ഒരു കഴിവൊക്കെ ഉണ്ടെന്ന് പറയണം. നയന പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തേക്കല് കേട്ടോ നന്ദു എന്ന് പറയണം. അപ്പോഴേക്കുമാണ് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വന്ന് നിൽക്കണേ. അവനെ പോലീസ് ജീപ്പിന്ന് ഒരു വനിതാ കോൺസ്റ്റബിളും SIയും കൂടെ ഇങ്ങോട്ട് ഇറങ്ങുവാണ്. പിന്നീട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് ചോദിച്ചു, നന്ദനെ അല്ലേന്ന് ചോദിക്കാം. അതെ, എന്താ സാർ കാര്യം ചോദിക്കാണ്. ഈ സമയത്ത് നബി പറഞ്ഞു, ഓ നീ നാളെ ട്രെയിനിങ്ങിനൊക്കെ പോവല്ലേ, അപ്പൊ അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. ഈ സമയത്ത് നന്ദു പറഞ്ഞു, എന്താ സാറ് കാര്യം ചോദിക്കാം. അതെ പോലീസ് സ്റ്റേഷൻ വരെ വരണമെന്ന് പറയാം. സാറേ നാളെ എനിക്ക് SI ട്രെയിനിങ് ഉള്ള, നാളെ എനിക്ക് പോകണമെന്ന് പറയാം. SI ട്രെയിനിങ് ഒക്കെ ഉണ്ടോ, അത് കൊള്ളാലോ, എന്നിട്ടാണോ അതിനു മുമ്പ് തന്നെ നിയമം കയ്യിലെടുത്തെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നയനയ്ക്കും നബിക്കും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് നന്ദി ചോദിച്ചു, എന്താ സാർ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അത് നിനക്ക് അറിയത്തില്ലെന്ന് ചോദിക്കും, എന്താ കാര്യം എന്നുള്ളത്, നീ പോലീസ് സ്റ്റേഷനിലേക്ക് വരെ വാ, ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു, ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയണം. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അവിടെ ചെന്ന് തെളിയിക്കാന്ന് പറയണം. ഇത് കേട്ടപ്പോ നയന ചോദിച്ചു, അല്ല എന്താ സാർ കാര്യം എന്താന്നൊക്കെ അനിയത്തി മണിമണി പോലെ പറഞ്ഞു തന്നോളൂ. ഇപ്പൊ എന്താണോ അതൊന്നും പറഞ്ഞോണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. കേറാൻ പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നയനെ നവ്യയും കൂടെ നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.